Welcome to MrUnbox Travel. ഇന്നലെ സെപ്റ്റംബർ 14 ഇന്ത്യൻ സമയം രാത്രി 10:30 ആപ്പിളിന്റെ ഒരു ലോഞ്ച് ഇവന്റ് നടന്നിരുന്നത്. കാലിഫോർണിയ സ്ട്രീമിംഗ് എന്നായിരുന്നു ആ ലോഞ്ച് ഇവന്റിന്റെ പേര്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഏകദേശം 20 ലക്ഷത്തിന് മുകളിൽ ആളുകളായിരുന്നു ആ ലൈവ് ഇവന്റ് വാച്ച് ചെയ്തിരുന്നത്. നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ തന്നെ iPhone 13 സീരീസും അതുപോലെ iPad മിനി അതുപോലെ തന്നെ വാച്ച് സീരീസ് 7 എന്നീ കാര്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും ആ ഒരു ഇവന്റിൽ കമ്പനി അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഒരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളും നോക്കും. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ 12 സീരീസിൽ നിന്നും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് 13 സീരീസിന് പ്രധാനമായിട്ടും വന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കും കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നലത്തെ ലോഞ്ചിങ്ങിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഐപാഡിൻ്റെ 9th ജനറേഷൻ പ്രൊഡക്റ്റ് ആയിരുന്നു അവതരിപ്പിച്ചത്. 10.2 ഇഞ്ചിൻ്റെ റെറ്റിന ഡിസ്പ്ലേയോട് കൂടിയിട്ടുള്ള iPad 9. അപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ iPad 8ഉം ഇത്തവണത്തെ iPad 9ഉം തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ചിപ്സെറ്റ് തന്നെയാണ്. A12 ബയോണിക് ആയിരുന്നു കഴിഞ്ഞ വർഷം ഇറക്കിയിരുന്നത്. അതുപോലെ ഇത്തവണത്തത് A13 ബയോണിക് ചിപ്സെറ്റാണ് iPad 9th ജനറേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. $329 അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം മറ്റുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 13 ബയോണിക് ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ 20% അധികം പെർഫോമൻസ് അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് 9th ജനറേഷനിൽ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ Type-C ചാർജിങ് ആണ് ഇത്തവണത്തെ iPadൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബെറ്റർ ബാറ്ററി ലൈഫും അതുപോലെ 12 മെഗാ പിക്സലിൻ്റെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറയാണ് ഇത്തവണത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കഴിഞ്ഞ വർഷം ഇറങ്ങിയ iPad 8th ജനറേഷനിൽ നിന്ന് 9th ജനറേഷനിലായിട്ടുള്ള പ്രധാന വ്യത്യാസം. രണ്ടാമത് ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് iPad mini 6th ജനറേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 8.3 ഇഞ്ചിൻ്റെ ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ ആണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പവർ ബട്ടൺ വിത്ത് ടച്ച് ഐ ഡി ആണുള്ളത്. അതുപോലെ തന്നെ Type-C ചാർജിങ് പോർട്ട് ആയതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്കിതിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസും ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ലൈഫാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. ഇനി iPad 5th ജനറേഷൻ കഴിഞ്ഞ വർഷം ഇറങ്ങിയ 5th ജനറേഷനിൽ നിന്നും ഇത്തവണ ഇറങ്ങിയ 6th ജനറേഷനിലെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ചിപ്സെറ്റ് തന്നെയാണ്. കാരണം A15 iPhone 13 സീരീസിൽ ഉൾപ്പെടുന്ന A15 ബയോണിക് ചിപ്സെറ്റാണ് ഈ iPad mini 6th ജനറേഷനിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 40% അധികമായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഇത്തവണത്തെ iPad miniയിൽ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 80% അധികമായിട്ടുള്ള GPU പെർഫോമൻസ് നമുക്ക് ഇത്തവണത്തെ iPad miniയിൽ കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ഇറങ്ങിയ iPad 5th ജനറേഷനിലേക്കാളും ഒത്തിരി പെർഫോമൻസിൽ മാറ്റം നമുക്ക് ഈ ഇത്തവണ ഇറങ്ങിയ iPadൻ്റെ 6th ജനറേഷൻ iPad മിനിയുടെ 6th ജനറേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ തന്നെ iPad mini 6th ജനറേഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സ്റ്റീരിയോ സ്പീക്കറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് $499 ആണ് ഈ ഒരു iPad mini 6th ജനറേഷന് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമതായി ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ വാച്ച് സീരീസ് 7 ആയിരുന്നു ഇന്നലെ ലോഞ്ച് ചെയ്തത്. നമ്മൾ ലീക്കായിട്ട് കണ്ടിട്ടുള്ള ഫോട്ടോസിൽ നിന്നും ഒത്തിരി വ്യത്യാസത്തോട് കൂടിയിട്ടുള്ള ഡിസൈനാണ് ഇന്നലത്തെ ലോഞ്ച് ചെയ്ത ആപ്പിളിൻ്റെ സീരീസ് വാച്ച് 7ൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പ് iPhone 13 സീരീസൊക്കെ ലീക്കായിട്ടുള്ള അതേ രീതിയിലുള്ള കാര്യമായിരുന്നു ഇന്നലെ അവതരിപ്പിച്ചത്. എനിവേ ഈ ഒരു കാര്യം നമുക്ക് ഇത്തിരി ഒരു കൗതുകം തന്നെ ഉണർത്തിയ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ വാച്ച് സീരീസ് 6ൽ നിന്നും പ്രധാനമായിട്ടും വാച്ച് സീരീസ് 7ലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 20% ലാർജർ ഡിസ്പ്ലേ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ 1.7 mm തിന്നറാണ് അതിൻ്റെ ബസിൽ. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഡിസ്പ്ലേ ആയിട്ട് തന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തിനേക്കാളും നമുക്കിതിന് കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെ 70% ബ്രൈറ്ററാണ് ഡിസ്പ്ലേ. അതോടുകൂടി തന്നെ ഫുൾ QWERTY കീബോർഡ് A to Z നമുക്കിതിൽ ടൈപ്പ് ചെയ്യാനും സാധിക്കും. അത് കഴിഞ്ഞ വർഷത്തിൻ്റെ ഇറങ്ങിയ വാച്ചുകളിലൊന്നും നമുക്കത് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ക്രാക്ക് റെസിസ്റ്റൻ്റ് ആണ്, IP6X ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ WR50 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓൾ ഡേ ബാറ്ററി ലൈഫാണ് പറയുന്നത്. 33% ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് ചാർജ് ചെയ്തെടുക്കാനും കഴിയും. ഇതാണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയ വാച്ച് 6ൽ നിന്നും പ്രധാനമായിട്ടും വാച്ച് 7ലുള്ള വ്യത്യാസം. അപ്പോൾ തീർച്ചയായിട്ടും വാച്ചുകളും കാര്യങ്ങളും ആപ്പിളിൻ്റെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനും കുറച്ചും കൂടി വലിയൊരു ഡിസൈൻ തന്നെയാണ് ഇത്തവണത്തെ ആപ്പിൾ വാച്ച് 7ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവസാനമായിട്ട് ഇറക്കിയിരിക്കുന്നത് നമ്മളെല്ലാവരും ഒരുപാട് കാണാൻ അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്നലെ അവസാനമായിട്ട് കമ്പനി ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും രസം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ റൂമറായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കമൻ്റായിട്ട് പറഞ്ഞിരുന്നത് iPhone 13 എന്ന് പറയുന്ന പേരിൽ എന്തായാലും ഫോൺ ഇറക്കില്ല, 12s അല്ലെങ്കിൽ 14 എന്ന പേരിലായിരിക്കും മിക്കവാറും ഫോൺ ഇറക്കുക. കാരണം 13 ഒരു ഇത്തിരി ഒരു നല്ലതല്ലാത്തൊരു നമ്പറാണ് അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസമുള്ളൊരു നമ്പറാണ്.
അല്ലെങ്കിൽ അത്ര നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത നമ്പറാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും വകവെക്കാതെ ഐഫോൺ അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ 12 കഴിഞ്ഞ് 13 സീരീസ് തന്നെയാണ് അവരിറക്കിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഇറക്കിയ പോലെ തന്നെ സെയിം ഐഫോൺ 13 മിനി, 13, അതുപോലെ 13 പ്രോ, 13 പ്രോ മാക്സ്, ഈ ഒരു 4 ഫോണാണ് ഇന്നലെ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ ഒരു 4 ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാനൊന്ന് വളരെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കഴിഞ്ഞ വർഷം ഇറങ്ങിയ 12 സീരീസിൻ്റെ അതേ ഒരു ഡിസ്പ്ലേ സൈസിലാണ് ഇത്തവണത്തെ 13 സീരീസ് ഇറങ്ങുന്നത്. 13 മിനി 5.8 ഇഞ്ചും അതുപോലെ തന്നെ 13ഉം 13 പ്രോയും 6.1 ഇഞ്ചും 13 പ്രോ മാക്സ് 6.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൂപ്പർ റെറ്റിന XDR OLED ഡിസ്പ്ലേ ആണ് അതിൽ ഉൾപ്പെടുന്നത്. 1200 നിറ്റ്സ് വരെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ പോകും. അതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിൽ നമുക്കിപ്പോൾ പുറത്ത് പോയാലും സൺലൈറ്റിന് താഴെ നിന്നാലും നമുക്ക് വളരെ മികച്ച രീതിയിലുള്ള വിഷ്വൽസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചിപ്സെറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ A15 ബയോണിക് ചിപ്സെറ്റാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആണെന്നാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ ഹെക്സാ കോർ 6 കോറാണ് അതിൻ്റെ ചിപ്സെറ്റ് വരുന്നത്. അതുപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള GPU ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും ഇത്തവണത്തെ എന്താണ് ഐഫോൺ സീരീസിൽ പ്രധാന വ്യത്യാസം എന്ന് ചോദിച്ചാൽ 20% സ്മോളർ നോച്ചാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ചെറിയ രീതിയിലുള്ളൊരു നോച്ചിൽ സൈസിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോയിലും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയിലൊക്കെ ഒരുപാട് മികച്ച ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാർജർ സെൻസർ ആയതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിലുള്ള നൈറ്റ് ഫോട്ടോസും അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസും അതുപോലെ തന്നെ ഡേ ലൈറ്റ് ഫോട്ടോസും ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു 4 ഫോണിലും സിനിമാറ്റിക് വീഡിയോ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് വീഡിയോ മോഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു സിനിമയിലൊക്കെ കാണുന്ന പോലെ രീതിയിലുള്ള ആ ഒരു സ്ലോ എഫക്റ്റിൽ നമുക്ക് നമ്മുടെ ആ ഒരു ഫോക്കസ് മാറുന്നതും അങ്ങനെ ഒരു സിനിമാറ്റിക് വിഷ്വലായിട്ടുള്ള വളരെ ക്വാളിറ്റിയുള്ള വീഡിയോസ് കൂടി ഇതിലെടുക്കാനാവുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ 13ഉം 13 മിനിയിലും 6GB റാം വേരിയൻ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 64GB 128GB 256GB ആയിരുന്നു ഇറങ്ങിയതെങ്കിൽ ഇത്തവണ അത് 128GB 256GB 512GB എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് ഇത്തവണത്തെ 13ഉം 13 മിനി ഇറങ്ങുന്നത്. അതേപോലെ തന്നെ 13 പ്രോയും 13 പ്രോ മാക്സും നോക്കുകയാണെങ്കിൽ 8GB റാമിലാണ് ഈ 2 ഫോണുകളും ഇറങ്ങുന്നത്. അതുപോലെ തന്നെ 128, 256GB, 512GB, അതോടൊപ്പം തന്നെ 1TB വേരിയൻറ്റ്, ഈ ഒരു 4 വേരിയൻറ്റിലും 13 പ്രോയും അതുപോലെ തന്നെ 13 പ്രോ മാക്സും ഇറങ്ങുന്നതായിരിക്കും. ഐഫോൺ 13 പ്രോയിലും 13 പ്രോ മാക്സിലും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറുകളിൽ ഒന്നാണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേയുടെ, അതായത് 120 ഹെർട്സിൻ്റെ പ്രോ മോഷൻ അഡാപ്റ്റീവ് ഡിസ്പ്ലേ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 10 ഹെർട്സ് മുതൽ 120 ഹെർട്സ് വരെ നമ്മൾ ഏത് ആപ്ലിക്കേഷനാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഐഫോൺ തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള രീതിയിലുള്ള റിഫ്രഷ് റേറ്റ് കൊടുക്കും. അതായത് 10 മുതൽ 120 വരെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബാറ്ററി ലൈഫിന് അത് യൂസ്ഫുൾ ആവുകയും നമ്മുടെ ബാറ്ററി കൺസപ്ഷൻ ഒരുപാട് അത് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ. ഇത് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറഞ്ഞ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് ഒരിക്കൽ നമ്മൾ ഈ ഒരു ഐഫോൺ 13 അല്ലെങ്കിൽ 13 സീരീസിൻ്റെ ഫോണുകളെ കുറിച്ച് മാത്രം പറയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളും നമുക്ക് പറയാം. ഈ ഒരു ഐഫോൺ 13 സീരീസിൻ്റെ പ്രൈസ് റേഞ്ച് പരിശോധിക്കുകയാണെങ്കിൽ ഐഫോൺ 13 മിനി സ്റ്റാർട്ട് ചെയ്യുന്നത് $699 ആണ്. ഐഫോൺ 13 സ്റ്റാർട്ട് ചെയ്യുന്നത് $799 ആണ്. ഐഫോൺ 13 പ്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് $999 ആണ്. ഐഫോൺ 13 പ്രോ മാക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് $1099 ആണ്. ഇപ്പോൾ ഞാൻ ഈ പ്രൈസ് പറഞ്ഞത് USA പ്രൈസാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് ആയിരിക്കത്തില്ല നമ്മുടെ GCCയിലും ഇന്ത്യയിലും വരിക. തീർച്ചയായിട്ടും ആ ഒരു പ്രൈസിൽ നിന്നും കുറച്ചുകൂടി അധികമായിട്ടുള്ള പ്രൈസ് ആയിരിക്കും ഇന്ത്യയിലും അതുപോലെ തന്നെ GCC രാജ്യങ്ങളിലും വരിക. അപ്പോൾ ഇന്നലത്തെ ഈ ഒരു ലോഞ്ചിൽ ഐഫോൺ 13 സീരീസ് ഉൾപ്പെടുത്തിയപ്പോൾ എനിക്ക് പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ പരിപൂർണമായിട്ട് ഞാൻ ഹാപ്പി അല്ല എന്ന് പറയും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ 12 സീരീസിൽ നിന്നും വളരെ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇത്തവണത്തെ 13 സീരീസിൽ നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഇല്ല. അതൊരു സ്വാഭാവികമായിട്ട് ഒരു അപ്ഗ്രേഡ് വരുമ്പോൾ ഉള്ള രീതിയിലുള്ളൊരു മാറ്റങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്തത്. രണ്ടാമത്തെ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തവണ അവർ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ് ഉൾപ്പെടുത്തിയില്ല എന്ന് പറയുന്നത് വളരെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ കോവിഡ് സിറ്റുവേഷനിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും മാസ്ക് നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് ID ഓപ്പൺ ആക്കണമെങ്കിൽ ഈ ഒരു മാസ്ക് താഴ്ത്തിയൊക്കെ വെച്ച് ഓപ്പൺ ആക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിലർ പറയും നിങ്ങളുടെ കയ്യിലുള്ള ആപ്പിൾ വാച്ച് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആക്കിക്കൂടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 60% അല്ലെങ്കിൽ 70% ഐഫോൺ യൂസേഴ്സൊന്നും ആപ്പിൾ വാച്ച് യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കില്ല. നോർമൽ ഏതെങ്കിലും വാച്ചോ അല്ലെങ്കിൽ നോർമൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നടക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് പോസിബിൾ അല്ല.
അപ്പോൾ ആ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ടെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു മാറ്റമായിരിക്കും ഈ ഒരു iPhone 13 സീരീസിൽ നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഇത്തവണ അവരത് ഉൾപ്പെടുത്തിയില്ല. അടുത്ത വർഷം അത് ഉൾപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. എനിവേ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നലത്തെ ആ ഒരു ലോഞ്ച് ഇവൻറ്റിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഞാനിന്ന് ചെയ്തത്. ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ വീഡിയോ കാര്യമല്ല, ഒരു ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറഞ്ഞ ഒരു വീഡിയോ മാത്രമാണ്. എന്നെങ്കിലും ഒരിക്കൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ എന്നും ചെയ്യാറുള്ള പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ ഇന്നലത്തെ ലോഞ്ചിങ്ങിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണെന്നും നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയിട്ടുള്ള ഫീച്ചർ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരത്തൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.